നമ്മൾ ഇനി നോക്കിയ നെക്സ്റ്റ് ടോപ്പിക് എനർജി കൺസിഡറേഷൻ ഒരു ക്വാണ്ടിറ്റേറ്റീവ് സ്റ്റഡി എന്നുള്ള ടോപ്പിക്കാണ് ചെയ്യാൻ പോണത്. അതായത് ഓക്കെ, ഇത് ശബ്ദം വന്നല്ലോ, സോറി കേട്ടോ. അതേമാതിരി ഗൈസ്, ഫിസിക്സിന് ഡോണ്ട് എക്സ്പെക്റ്റ് മീ ടു സെൻഡ് യു ഗൈസ് നോട്ട്സ്. 12ാം ക്ലാസ്സിലായി, ഇത് കഴിഞ്ഞ ഡിഗ്രിയാണ്, അറിയാലോ, ഏതെങ്കിലും ഡിഗ്രി. ഇത് നിങ്ങൾ മിക്ക സമയത്തും നിങ്ങൾ ഏതാണ്, ഇപ്പോൾ മെഡിസിൻ ആയാലും എൻജിനീയറിങ് ആയാലും ഗൈസ്, അവിടെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ടീച്ചർമാരിരുന്ന് നോട്ട്സ് ഉണ്ടാക്കി നിങ്ങൾക്ക് അയച്ചു തരുമെന്ന്? അല്ലേ? ഇനി സ്പൂൺ ഫീഡിംഗ് ഒക്കെ വിടേണ്ട പണ്ടേ സമയം കഴിഞ്ഞു. 11th ഞാൻ നിങ്ങൾക്ക് ഫിസിക്സ് എടുത്തിരുന്നെങ്കിൽ ഞാനൊരു നോട്ട്സ് പോലും തരില്ല. അപ്പോൾ നോട്ട്സ് ഞാൻ തന്നത് നിങ്ങൾക്ക് പിന്നെ ഈ ക്ലാസ് വീഡിയോ ഒക്കെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തിരിക്കുന്നു? റൈറ്റ്, ഡസൻ മേക്ക് എനി സെൻസ്. അപ്പോൾ എന്ത് ചെയ്യണം? ക്ലാസ് ശ്രദ്ധിക്കുമ്പോൾ വീഡിയോ എടുക്കുന്ന സമയത്ത്, വീഡിയോ കാണുന്ന സമയത്ത് അപ്പം നോട്ട്സ് എഴുതിക്കോണം. ഇനി എല്ലാവരുടെയും എൻ്റെ ടെലഗ്രാമിൻ്റെ നമ്പർ ഉണ്ടാവല്ലോ, 16 പേരുടെ നോട്ട്സിൻ്റെ ഫോട്ടോ എനിക്ക് അയച്ചതാണ്, കാണട്ടെ. അറ്റ്ലീസ്റ്റ് 2-3 ക്ലാസ്സെങ്കിലും ഞാൻ നോക്കി കാണണം. അത് കഴിഞ്ഞാൽ നിങ്ങൾക്കതൊരു ഫ്ലോ ആകുമെന്ന് ഞാൻ വിശ്വസിക്കണം. കേട്ടല്ലോ? നോട്ട്സ് റൈറ്റിംഗ് ഈസ് സംതിങ് വിച്ച് ഇസ് സപ്പോസ് ടു ബി ഡൺ ബൈ ദ സ്റ്റുഡൻസ്. ക്ലിയർ? അപ്പോൾ നോട്ട്സ് എനിക്ക് കാണണം, കണ്ടേ പറ്റൂ. കേട്ടല്ലോ? കുഞ്ഞു പിള്ളേരല്ല, വലിയ പിള്ളേരായി, വലിയ ചെക്കന്മാരും വലിയ പെൺപിള്ളേരും ആയിട്ട് നോട്ട്സൊക്കെ തനിയെ എഴുതി കാണണം. കേട്ടല്ല? ഇനി 55ാമത്തെ ക്വസ്റ്റ്യൻ ആട്ടോ ചെയ്യാൻ പോണേ. എ ലോങ് സോളിനോയിഡ് ഓഫ് ഡയമീറ്റർ 0.1 മീറ്റർ. അപ്പോൾ ഡയമീറ്റർ ഒന്നുണ്ടല്ലോ, അപ്പോൾ റേഡിയസ് എത്രയായിരിക്കും? അതിൻ്റെ ഹാഫ്, 0.05 മീറ്റർ. ഹാസ് 2 × 10⁴ ടേൺസ് പെർ മീറ്റർ. അതായത് നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് തന്നിട്ടുണ്ട്. അറ്റ് ദ സെൻറ്റർ ഓഫ് ദി സോളിനോയിഡ്, അപ്പോൾ ഒരു സോളിനോയിഡ് ഉണ്ടല്ലോ, അതിൻ്റെ തന്നിട്ടുണ്ട് പാരാമീറ്റേഴ്സ്. അറ്റ് ദ സെൻറ്റർ ഓഫ് ദി സോളിനോയിഡ് എ കോയിൽ ഓഫ് 100 ടേൺസ്. വേറൊരു കോയിൽ വെച്ചിട്ടുണ്ട്, അതിൽ 100 ടേൺസ് ഉള്ള വേറൊരു കോയിൽ വെച്ചിട്ടുണ്ട്. ആൻഡ് റേഡിയസ് 0.01 മീറ്റർ ഇസ് പ്ലേസ്ഡ് ഇറ്റ്സ് ആക്സസ് കോയിൻസൈഡിങ് വിത്ത് ദിസ്. ഉണ്ട്, സോളിനോയിഡിൻ്റെ ആക്സസുമായിട്ട് അത് കോയിൻസൈഡ് ചെയ്യില്ലേ? റൈറ്റ്. നൗ ദ കറണ്ട് ഇൻ ദ സോളിനോയിഡ് റെഡ്യൂസസ്. അതായത് കറണ്ട് ആദ്യം 0 ആയിരുന്നു, പിന്നെ അത് 4 ആംപിയർ ആയിട്ട് മാറി. എത്ര സെക്കൻഡിൽ? 0.05 സെക്കൻഡ്സിൽ മാറുകയാണെങ്കിൽ, അതേമാതിരി റെസിസ്റ്റൻസ് ഓഫ് ദ കോയിൽ തന്നിട്ടുണ്ട്. എത്രയാണ്? 10 π² ഓം ആണെങ്കിൽ ടോട്ടൽ ചാർജ് ഫ്ലോയിങ് ത്രൂ ദ കോയിൽ, അതായത് ഈ ഉള്ളിലുള്ള കോയിൽ ഒഴുകുന്ന നമ്പർ ഓഫ് അല്ലെങ്കിൽ എമൗണ്ട് ഓഫ് ചാർജ് വിച്ച് ഈസ് ഫ്ലോയിങ് ആണ് അറിയേണ്ടത്. ക്ലിയർ ആവുണ്ടോ? റൈറ്റ്. അപ്പോൾ നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? n തന്നിട്ടുണ്ട് അല്ലേ? നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് എത്ര തന്നിട്ടുള്ളത്? 2 മീറ്റർ. സോറി, 2 മീറ്റർ അല്ല, എത്ര തന്നിട്ടുള്ളത്? വാല്യൂ തെറ്റിപ്പോയി. n എത്ര തന്നിട്ടുള്ളത്? 2 ശരിയാണല്ലോ, 2 × 10⁴ അല്ലേ? കറണ്ട് എത്രയാണ് ഇപ്പോൾ? 4 ആംപിയേഴ്സ്. ലാസ്റ്റ് ഇനീഷ്യലി എത്രയായിരുന്നു കറണ്ട്? 0 ആംപിയർ അല്ലേ? ഇനി അങ്ങനെയാണെങ്കിൽ കറണ്ട് ഇല്ലെങ്കിൽ അപ്പോൾ ഇനീഷ്യൽ മാഗ്നറ്റിക് ഫീൽഡ് എന്താ? 0. അതായത് ഇനീഷ്യൽ ഫ്ലക്സ് എത്രയാണ്? 0. കറണ്ട് ഇല്ലല്ലോ അല്ലേ? ക്ലിയർ ആവുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഫൈനലി ഇനി രണ്ടാമത്തെ കേസിൽ എന്തായി? മാഗ്നറ്റിക് ഫീൽഡ് അത് സെൻറ്റർ ഓഫ് ദ സോയിൽഡ് അല്ലേ? സെൻറ്റർ ഓഫ് ദ സോളിനോയിഡിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് എന്താ? μ0 n ആണോ? അപ്പോൾ ഇത് ഫൈനൽ കേസല്ലേ? ഇത് ഇനീഷ്യലിൻ്റെ കേസിൽ ഫീൽഡ് സോളിനോയിഡിൽ എന്തില്ല? മാഗ്നറ്റിക് ഫീൽഡ് ഇല്ല. റൈറ്റ്. ഫൈനലി ഇപ്പോൾ എന്തുണ്ട്? കറണ്ട് ഒഴുകണുണ്ട് അല്ലേ? 4 ആംപിയർ വെച്ച് കറണ്ട് ഒഴുകണില്ലേ? അപ്പോൾ അവിടെ എന്തുണ്ട്? മാഗ്നറ്റിക് ഫീൽഡും ഉണ്ട്. അപ്പോൾ ഫീൽഡിൻ്റെ ഇക്വേഷൻ ഇനി എഴുതിയേ. μ0 എന്ന് പറഞ്ഞാൽ 4 π × 10⁻⁷. n എത്രയാണ്? 2 × 10⁴. പിന്നെ കറണ്ട് എത്രയാണ്? 4 ആംപിയർ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് 32 π × 10⁻³ ടെസ്ല എന്ന് കിട്ടും. ഇത് ഫൈനൽ മാഗ്നറ്റിക് ഫീൽഡാണ്. ഇനി അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഫ്ലക്സ് ഉണ്ടല്ലോ, മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടെങ്കിൽ ഉണ്ട്. ഫ്ലക്സ് ഇതെന്താ മുകളിലേക്ക് പോകാതെ? ഫ്ലക്സ് എങ്ങനെ എഴുതുക? ഫൈനൽ ഫ്ലക്സ്. ഇനീഷ്യൽ ഫ്ലക്സ് എത്രയാണ്? 0. ഫൈനൽ ഫ്ലക്സ് എന്താ? NBA അല്ലേ? എത്രയാണ് ഫ്ലക്സ് വന്നിട്ടുള്ളത്? ഇത് ഉള്ളിലത്തെ കോയിലല്ലേ, സോളിനോയിഡിൻ്റെ. ഓക്കെ, ഇതല്ലേ സോളിനോയിഡ്, ഇതിൻ്റെ ഉള്ളിലല്ലേ കോയിലിൽ നിന്ന്. അപ്പോൾ ഈ കോയിൽ അനുഭവിക്കാൻ പോകുന്ന ഫ്ലക്സ് എത്രയായിരിക്കും? അതിൻ്റെ ടേൺസ് ഇൻറ്റു ഏത് ഫീൽഡിലാണ് അതിലിരിക്കണേ? സോളിനോയിഡിൻ്റെ ഫീൽഡിൽ. അതെത്രയാണ്? 32 π × 10⁻³ ഇനി എത്രയാണ് കോയിലിൻ്റെ ഏരിയ വരിക? π ഇൻറ്റു ആ കോയിലിൻ്റെ റേഡിയസ്. എത്രയാണ്? 0.01 സ്ക്വയർ. റൈറ്റ്. അപ്പോൾ നിങ്ങൾക്ക് ഫൈനൽ എത്ര കിട്ടുക? 32 π² × 10⁻⁵ ടെസ്ല മീറ്റർ സ്ക്വയർഡ് കിട്ടും.
അല്ലേ? ഫൈയോട് ചോദിച്ചിട്ടുള്ള ചാർജാണ്. പക്ഷെ നമ്മുടെ കയ്യിൽ ഫ്ലക്സ് ഒക്കെ ഉള്ളൂ. അപ്പോൾ ദർ ഷുഡ് ബി സം റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ചാർജ് ആൻഡ് ഫ്ലക്സ് അല്ലേ? അത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ എന്നറിയില്ല, നിങ്ങൾക്ക് എടുത്തിട്ടുണ്ടോ എന്നറിയില്ല. പക്ഷേ ഇത് ചെറിയ ഡെറിവേഷന്മാർ കാണിച്ചു തരാം കേട്ടോ. സിമ്പിളാണ് ശരിക്കും പറഞ്ഞാൽ. നോക്കിയേ, കറണ്ടിൻ്റെ ഇക്വേഷൻ എന്താ? ഡി ക്യൂ ബൈ ഡി ടി അല്ലേ? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലോ ഓഫ് കറണ്ട് സിമ്പിൾ അല്ലേ? അപ്പോൾ ഈ ഡി ക്യൂവിന് പകരം ഞാൻ ഡെൽറ്റ ക്യൂ എന്ന് എഴുതാണേ, അല്ലെങ്കിൽ ഡി ക്യൂ തന്നെ എഴുതിക്കോ. ഡി ക്യൂ എന്തായിരിക്കും? ഐ ഡി ടി അല്ലേ? അപ്പോൾ ഫുൾ ചാർജ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? മൊത്തം ചാർജ് കിട്ടണമെങ്കിൽ ക്യൂ ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഐ ഡി ടി എന്ന് എഴുതാം. വേണ്ടേ? ഇനി ഐ എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ ഇ എം എഫ്, ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഇ ബൈ ആർ ഡി ടി. റെസിസ്റ്റൻസ് കോൺസ്റ്റൻ്റ് ആയി, അപ്പോൾ 1/r പുറത്തേക്ക് ഇട്ടിട്ട് ഇ ഡി ടി എന്ന് എഴുതി. ഇനി ഇ എന്ന് പറഞ്ഞാൽ എന്താ? ഇ എം എഫ് എന്താ? ഡി ഫൈവ് ബൈ ഡി ടി അല്ലേ? മൈനസ് ഡി ഫൈവ് ബൈ ഡി ടി. 1/4 മൈനസ് ഡി ഫൈവ് ബൈ ഡി ടി അല്ലേ? ഇൻറ്റു ഡി ടി അല്ലേ? അപ്പോൾ ഡി ഫൈവ് കോൺസ്റ്റൻറ്റ്, ഡി ടി ക്യാൻസൽ ചെയ്തു അല്ലേ? അപ്പോൾ നിങ്ങൾക്കൊരു ചെറിയ ഇക്വേഷൻ കിട്ടും. ചാർജ് ഇസ് ഈക്വൽ ടു മൈനസ് ഡി ഫൈവ് ബൈ ആർ. ഈ ഇക്വേഷൻ നല്ലതാട്ടോ. ദർ ഇസ് സം റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ചാർജ് ആൻഡ് ഫ്ലക്സ്. ഇത് അറിഞ്ഞിരിക്കണേ. അടിയിൽ ടി വി വെച്ചിട്ടുണ്ട് കേട്ടോ, എൻ്റെ ശബ്ദം വരുന്നത് ഒരു പണിയുമില്ല. ഓക്കെ, അപ്പോൾ ഇത് തന്നെ റിലേഷൻ കിട്ടിയില്ലേ? അപ്പോൾ നോക്കിയാൽ, അപ്പോൾ ഇനി ഈ ക്വസ്റ്റ്യനിൽ ചാർജ് ഇൻഡ്യൂസ്ഡ് ഇൻ ദ കോയിൽ എന്തെന്നറിയാം? മൈനസ് നമുക്ക് ആവശ്യമില്ല, അത് പുറത്ത് പോട്ടെ. അത് മാഗ്നിറ്റ്യൂഡ് മാത്രമാണ് നമ്മൾ ചോദിക്കണമെന്ന് വിചാരിക്കുക. നമ്മൾ മാഗ്നിറ്റ്യൂഡ് ചോദിച്ചിട്ടുള്ളൂ. മാഗ്നിറ്റ്യൂഡ് എഴുതുകയാണെങ്കിൽ എനിക്ക് എന്ത് എഴുതാം? ഡി ഫൈവ് ബൈ ഡി ടി മോഡുലസ്. അപ്പോൾ എന്താ? ഫൈനൽ ഫ്ലക്സ് മൈനസ് ഇനീഷ്യൽ ഫ്ലക്സ് ഹോൾ ഡിവൈഡഡ് ബൈ ആർ അല്ലേ? തെറ്റിപ്പോയി കേട്ടോ. ബൈ ആർ അല്ലേ? അപ്പോൾ ഇതിൻ്റെ ഡിഫറൻസ് ഫൈനലിൻ്റെ ഇനീഷ്യലിൻ്റെയും ഡിഫറൻസ്. ഇനീഷ്യൽ 0 അല്ലേ? അപ്പോൾ 32 പൈ സ്ക്വയർഡ് ഇൻറ്റു 10⁻⁻5 ഹോൾ ഡിവൈഡ് ബൈ റെസിസ്റ്റൻസ് എന്താ? 10 പൈ സ്ക്വയർഡ്. അപ്പോൾ പൈ സ്ക്വയർഡ് ബൈ സ്ക്വയർഡ് കളക്ട് ആയി പോയി 10⁻⁻6 എന്ന് വരും അല്ലേ? അപ്പോൾ 32 മൈക്രോ കൂളും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് സ്ട്രേറ്റ് അവേ ചാർജിൻ്റെ ഇക്വേഷൻ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും, നിങ്ങൾക്ക് തന്നിട്ടില്ലെങ്കിൽ. ദർ ഇസ് സം റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഫൈ ആൻഡ് ചാർജ്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് ഓർ ചേഞ്ച് ഇൻ ഫ്ലക്സ് ഡിവൈഡ് ബൈ റെസിസ്റ്റൻസ് ഗിവ്സ് യു ദ എമൗണ്ട് ഓഫ് ചാർജ് ഫ്ലോ. ക്ലിയർ? ഇത് മനസ്സിൽ വെക്കുക കേട്ടോ. നമുക്ക് 56ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം കേട്ടോ. നിങ്ങളോട് പറയണതേ, ക്വസ്റ്റ്യൻ വായിച്ചൊക്കെ ഷോൺ ഇൻ ദ ഫിഗർ 2 വെർട്ടിക്കൽ കണ്ടക്ടിങ് റെയിൽ സെപ്പറേറ്റഡ് ബൈ ദ ഡിസ്റ്റൻസ് 1 മീറ്റർ. ഇവർ തമ്മിൽ 1 മീറ്ററാണ് കേട്ടോ. അറ്റ് z is equal to 0, right? A capacitor 0.15 farad is connected, right, between the rails. A metal rod of mass 100 gram ഇവിടെ കണ്ടോ, അത് താഴേക്ക് വരികയാണ്, സ്ലൈഡ് ചെയ്ത് വരികയാണ്. മുകളിൽ നിന്ന് താഴേക്ക് ഇങ്ങനെ ഒരു റോഡ് താഴേക്ക് സ്ലൈഡ് ചെയ്ത് വരിക. സപ്പോസ് അതിൻ്റെ വെലോസിറ്റി v ആണെന്ന് വിചാരിക്കട്ടെ, റൈറ്റ്. ഒരു കോൺസ്റ്റൻറ്റ് മാഗ്നറ്റിക് ഫീൽഡ് 2 ടെസ്ല ആക്ട് ചെയ്യുന്നുണ്ട്, റൈറ്റ്, ഓൺ ദ റെയിൽ പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ ഓഫ് ദ റെയിൽസ്. വാട്ട് ഈസ് ദ ആക്സലറേഷൻ? അതായത് റോഡ് താഴേക്ക് വരണമെങ്കിൽ അതിൻ്റെ ആക്സലറേഷൻ എന്താണ്? അപ്പോൾ ഓക്കെ, ഇത് റോഡ് താഴേക്ക് വരുന്നുണ്ടെങ്കിലേ അതിൻ്റെ വെയിറ്റ് കാരണമായിരിക്കും അല്ലേ? അപ്പോൾ താഴേക്ക് വെയിറ്റ് ഉണ്ട്. അപ്പോൾ ഈ റോഡ് താഴേക്ക് വീഴാണ്ടിരിക്കണം എന്നുണ്ടെങ്കിൽ ഞാനൊരു ഫോഴ്സ് ഇങ്ങോട്ട് അപ്ലൈ, സപ്പോസ് അത് എഫ് എം ആയി വീഴാണ്ടിരിക്കാൻ, റൈറ്റ്. ആ ഫോഴ്സ് ആരായിട്ട് ആക്ട് ചെയ്യാം? മാഗ്നറ്റിക് ഫോഴ്സാണല്ലേ, റൈറ്റ്. ആ ഫോഴ്സ് ആരാണ് ആക്ട് ചെയ്യണത്? ആരാ? മാഗ്നറ്റിസം ഇങ്ങോട്ട് വലിക്കും, വെയിറ്റ് കാരണം താഴേക്ക് വരും അല്ലേ? ക്ലിയർ ആവുമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ നെറ്റ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത് എന്തായിരിക്കും? താഴോട്ടായിരിക്കും അല്ല, താഴേക്കല്ല സാധാരണ വീഴുക. ആ ഫോഴ്സ് നെറ്റ്, റൈറ്റ്. അപ്പോൾ എനിക്കറിയാം എഫ് നെറ്റ് ഇസ് ഈക്വൽ ടു, നെറ്റ് ഫോഴ്സ് ഇസ് ഈക്വൽ ടു വെയിറ്റ് മൈനസ് എഫ് എം. വെയിറ്റ് എനിക്കറിയാം എം ജി, എഫ് നെറ്റ് ഞാൻ എന്തറിയാം? എം ഇൻറ്റു എ, നെറ്റ് ആക്സലറേഷൻ. അതിൽ നിന്നാണ് എനിക്ക് എ കണ്ടുപിടിക്കേണ്ടത്. വെയിറ്റ് എനിക്കറിയാം എം ജി, പക്ഷെ എനിക്ക് അപ്ലൈ ചെയ്യേണ്ട ഫോഴ്സ് എന്താണെന്ന് എനിക്കറിയില്ല അല്ലേ? കറണ്ട് ക്യാരിങ് റോഡല്ലേ? അപ്പോൾ ഫോഴ്സ് ആക്ടിങ് ഓൺ എ കറണ്ട് ക്യാരിങ് റോഡ് എന്തായിരിക്കും? BIL അല്ലേ? ഇനി ബിയും തന്നിട്ടുണ്ട്, എല്ലും തന്നിട്ടുണ്ട്, പക്ഷെ എനിക്ക് ഐ അറിഞ്ഞൂടാ അല്ലേ? പക്ഷേ കപ്പാസിറ്ററിൻ്റെ എത്ര ഫാരഡാന്നൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ സി തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ ക്യൂ കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ? നോക്കിയേ, നമുക്ക് ഇ എം എഫ് എന്താ? BLV അല്ലേ? BLV. അങ്ങനെയാണെങ്കിൽ ക്യൂ ചാർജ് ഓഫ് എ കപ്പാസിറ്റർ എന്താ? CVന് പകരം ഇവിടെ EMF എഴുതാണ് കേട്ടോ, എന്ന് എഴുതും അല്ലേ?
അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്തെന്ന് എഴുതാം? ഈക്വൽ ടു സി ഇൻറ്റു ബി എൽ വി. ഇനി നമുക്ക് എന്താ കിട്ടണ്ടേ? കറണ്ട് അല്ലേ? വേറെ കറണ്ടല്ലേ കിട്ടണ്ടേ? കറണ്ട് കിട്ടണമെങ്കിൽ എന്താ നോക്കിയേ? ഡി ക്യൂ ബൈ ഡി ടി അല്ലേ? അപ്പോൾ ഇതിനൊന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്യണം വിത്ത് റെസ്പെക്ട് ടു ടൈം. അപ്പോൾ നോക്കിയേ, ഈസ് ഈക്വൽ ടു ഡി സി ബി എൽ വി ബൈ ഡി ടി അല്ലേ? ഈ സി ബി എൽ എന്ന് പറഞ്ഞ ടേം കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ എനിക്ക് എന്തെന്ന് എഴുതാം? സി ബി എൽ ഡി വി ബൈ ഡി ടി. എന്നിട്ട് വെലോസിറ്റീൻ്റെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ആക്സലറേഷൻ. അപ്പോൾ എനിക്ക് എന്ത് കിട്ടും? സി ബി എൽ എന്ന് കിട്ടും. കഴിഞ്ഞിട്ടില്ല അല്ലേ? ഇത് നോക്കിയേ, എനിക്ക് കറണ്ട് എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് കണ്ടുപിടിച്ച് വയ്ക്കാം? ഫോഴ്സ് കണ്ടുപിടിക്കാം. അതിനല്ലേ നമ്മൾ കണ്ടുപിടിക്കണേ? ഫോഴ്സ്, മാഗ്നറ്റിക് ഫോഴ്സ് എന്തായിരിക്കും? എഫ് എം ബി ഇൻറ്റു ഐ എന്താ? ഇത് സി ബി എൽ എ അല്ലേ? ബി ഐ എൽ. അപ്പോൾ എന്താ കിട്ടുക? സി ബി സ്ക്വയർഡ് എൽ സ്ക്വയർഡ് എന്ന് കിട്ടും അല്ലേ? ഇന്ന് നമുക്ക് സിമ്പിളായിട്ട് ചെയ്തുകൂടെ? എന്താണ്? എഫ് നെറ്റ് ഫോഴ്സ് ഇസ് ഈക്വൽ ടു വെയ്റ്റ് മൈനസ് എഫ് എം. എഫ് നെറ്റ് എന്താ? എം എ ഇസ് ഈക്വൽ ടു എം ജി മൈനസ് സി ബി സ്ക്വയർഡ് എൽ സ്ക്വയർഡ് എ അല്ലേ? ഇനി നോക്കിയേ, എ നോക്കിയേ, ഈ എയിൽ രണ്ട് ടേമിൽ എ ഇല്ലേ? എയിൽ കണ്ടുപിടിക്കാൻ പറഞ്ഞത് എം എ പ്ലസ് സി ബി സ്ക്വയർഡ് എൽ സ്ക്വയർഡ് എ ഇസ് ഈക്വൽ ടു എം ജി എ എം പ്ലസ് സി ബി സ്ക്വയർഡ് എൽ സ്ക്വയർഡ് ഇസ് ഈക്വൽ ടു എം ജി or A is equal to mg divided by m plus c b squared l squared. ഈ ടേംസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. എല്ലാം തന്നിട്ടുണ്ട് അല്ലേ? എം ജിൻ്റെ അവിടെ എത്ര? എമ്മിൻ്റെ അവിടെ എത്ര എടുക്കും? 0.1 റൈറ്റ്, 9.8 ഡിവൈഡഡ് ബൈ 0.1 പ്ലസ് സി എത്രയാണ്? 0.15 റൈറ്റ്. ബി സ്ക്വയർഡ് എത്രയാണ്? 2 സ്ക്വയർഡ്. എൽ സ്ക്വയർഡ് എത്രയാണ്? 1 സ്ക്വയർഡ്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ്ട് 1.4 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർന്ന് വാല്യൂ കിട്ടും. ക്ലിയർ? ദിസ് ഈസ് ദ വാല്യൂ ഓഫ് ആക്സലറേഷൻ. കിട്ടിയോ? നോക്കിയേ, 57ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. ഇതാണ് നമ്മൾ കുറച്ച് നേരത്തെ ഡിസ്കസ് ചെയ്ത് കണ്ട ചാർജ് ഉണ്ടാ ചാർജ് ചേഞ്ചും പാസസ്. അപ്പോൾ ചാർജ് ഇൻ ടേംസ് ഓഫ് ഫ്ലക്സ് ആൻഡ് റെസിസ്റ്റൻസ് കണ്ട. അപ്പോൾ Q is equal to delta phi by r. അപ്പോൾ കണ്ട നേരത്തെ എടുത്ത് ഉപകാരമായില്ലേ? ഇനി 58ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. നിങ്ങൾക്ക് തന്നിട്ടുണ്ട് ഒരു മാഗ്നറ്റിക് ഫീൽഡ് തന്നിട്ടുണ്ട്. എന്താ? ബി ഈസ് ഈക്വൽ ടു 2t പ്ലസ് 4t സ്ക്വയർ തന്നിട്ടുണ്ട്. ഇസ് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ ഓഫ് എ സർക്കുലർ വയർ ഓഫ് റേഡിയസ് r and resistance capital R. If all units are in SI and the electron charge that flows through the circular wire during t, അതായത് നിങ്ങൾക്ക് ചോദിക്കുന്നത് t is equal to 0 തൊട്ടിട്ട് t is equal to 2 സെക്കൻഡ്സിൻ്റെ ഉള്ളിൽ എത്ര ചാർജ് ഒഴുകുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് ആപ്ലിക്കേഷനാണ് കേട്ടോ നേരത്തെ ഇക്വേഷൻ്റെ. ഓക്കെ, ടി ഈസ് ഈക്വൽ ടു 0. അപ്പോൾ അവിടെ ഇനീഷ്യൽ ഫീൽഡ് ഉണ്ടോ? ഇല്ല. എന്നാൽ ടി ഈസ് ഈക്വൽ ടു 2 സെക്കൻഡ്സ് ആകുമ്പോൾ കണ്ട നിങ്ങൾക്ക് 0 ഇട്ട് കൊടുക്കുക, ടി 0 ഇട്ട് കൊടുക്കുക, ബി 0 ആയില്ലേ? ഇനി ടി ഈസ് 2 സെക്കൻഡ്സ് ഇട്ട് കൊടുത്തേ. അപ്പോൾ ബി ഫൈനൽ എത്ര വരിക? 2 × 2 4 പ്ലസ് 2 16 അല്ലേ? എത്ര വരിക? 20 അല്ലേ? അപ്പോൾ ചാർജ് ഈസ് ഈക്വൽ ടു എന്താ? ഫ്ലക്സ് ചേഞ്ച് ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ് റൈറ്റ്. ഇനി നോക്കിയേ, ഫ്ലക്സ് ചേഞ്ചിന് എനിക്ക് എന്താ എഴുതാം? ബി ഇൻറ്റു എ അല്ലേ? അപ്പോൾ പൈ ആർ സ്ക്വയർഡ് ഇൻറ്റു ബി ഡിവൈഡഡ് ബൈ ആർ അല്ലേ? നമ്മളൊരു കോൺസ്റ്റൻറ്റ് റേഡിയസ് അല്ലേ? പൈയും കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ പൈ ആർ സ്ക്വയർഡ് അല്ലേ? ചേഞ്ച് ഇൻ ഫീൽഡിൽ നിന്ന് വരും. അപ്പോൾ അവിടെ ചേഞ്ച് ഇൻ വരുമ്പോൾ ബി എഫ് എത്രയാണ്? 20. ബി ഇനീഷ്യൽ എത്രയാണ്? 0 ഡിവൈഡഡ് ബൈ ആർ റൈറ്റ്. അപ്പോൾ എനിക്ക് ആൻസർ എത്ര കിട്ടുക? 20 പൈ ആർ സ്ക്വയർഡ് ക്യാപിറ്റൽ ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ ആർ റൈറ്റ്. ഇതാണ് എൻ്റെ ആൻസർ. പ്രോബ്ലത്തിലേക്ക് പോകുന്നതിന് മുമ്പേ ഒരു ചെറിയ സെക്ഷൻ, നിങ്ങൾക്ക് ഇത് എടുത്തിട്ടുണ്ടോ എന്നറിയില്ല. അതായത് വെലോസിറ്റി കാരണം റോഡിലുണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ കേസാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനൊരു റോഡുണ്ടെന്ന് വിചാരിക്കാം. ഇറ്റ് ഈസ് പ്ലേസ്ഡ് ഇൻ എ ഫീൽഡ് ലൈക്ക് ദിസ്. ഒരു ഇൻറ്റു ഫീൽഡാണെന്ന് വിചാരിക്കാം. അപ്പോൾ ഈ റോഡ് വി വെലോസിറ്റിയിൽ ഇങ്ങനെ നീക്കണ ഈ മാഗ്നറ്റിക് ഫീൽഡ് ബി ആണെന്ന് വിചാരിക്കാം. അപ്പോൾ നിങ്ങളോട് ചോദിക്കുകയാണ്, വാട്ട് വിൽ ബി ദി ഡയറക്ഷൻ ഓഫ് ഇ എം എഫ്?
ഓർ യു ആർ ആസ്ഡ് ഇഫ് ഐ ക്യാൻ റീപ്ലേസ് ഈ റോഡിനെ എനിക്ക് ഒരു സെല്ലായിട്ട് റീപ്ലേസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ആ സെൽ എങ്ങനെ ഇരിക്കുകയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യാം? അതിന് ശ്രദ്ധിക്കട്ടോ. ഇ എം എഫിൻ്റെ ഇക്വേഷൻ എന്താണെന്ന് അറിയണം. എന്താ? എൽ വി ക്രോസ് ബി ആണ് ശരിക്കും, അല്ലേ? അപ്പോൾ വി ക്രോസ് ബി, അപ്പോൾ ഇതിനു മുമ്പ് നിങ്ങൾ പാം റൂൾ പഠിച്ചിട്ടുണ്ടാവും വിചാരിക്കണം. അതായത് എ ക്രോസ് ബി സി ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ സീൻ്റെ ഡയറക്ഷൻ അറിയണമെങ്കിൽ ഏത് ഡയറക്ഷനിലേക്ക് എല്ലാ വിരലുകളും വെക്കുക. തമ്പിന് അപ്പം ഇങ്ങനെ ഇരിക്കണമല്ലോ. എന്നിട്ട് ബീൻ്റെ ഡയറക്ഷനിലേക്ക് വിരലുകൾ തിരിക്കണം. അപ്പോൾ തമ്പ് ഏതിലേക്കാണ് നിൽക്കുക ആ ഡയറക്ഷനാണ് നമ്മുടെ എന്ത്? സീൻ്റെ ഡയറക്ഷൻ. മനസ്സിൽ വെക്കണം കേട്ടോ. പോസ് ചെയ്ത് കേൾക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് ചെല്ലാം. നമുക്ക് എന്താ പറഞ്ഞിട്ടുള്ളത്? ബീൻ്റെ ഡയറക്ഷൻ നോക്കിയേ, അല്ല വി ക്രോസ് ബി അല്ലേ? അപ്പോൾ ഇൻ്റെ ഡയറക്ഷൻ എന്തിൻ്റെ അലോങ് ആയിരിക്കും? വി ക്രോസ് ബിയുടെ ഡയറക്ഷനിലേക്കായിരിക്കും. അപ്പോൾ വീൻ്റെ ഡയറക്ഷനിലേക്ക് വിരലുകൾ തിരിക്കുക. എന്നിട്ട് ബി എങ്ങോട്ടാ? ഉള്ളിലേക്കാണല്ലേ പേപ്പറിന്. അപ്പോൾ ബി എങ്ങോട്ടാ തിരിക്കണമെങ്കിൽ എല്ലാ വിരലുകൾ ഉള്ളിലേക്ക് ചുരുട്ടുമ്പോൾ തമ്പ് ഏത് ഡയറക്ഷനിൽ എങ്ങനെ വരിക അല്ലേ? കിട്ടുന്നുണ്ടോ? അപ്പോൾ തമ്പ് കിട്ടുന്ന ഡയറക്ഷൻ എന്താ? ഹയർ പൊട്ടൻഷ്യൽ ഇവിടെയും ഇവിടെ ലോവർ പൊട്ടൻഷ്യൽ, അങ്ങനെയാണ് ഡയറക്ഷൻ. മനസ്സിലാക്കണം കേട്ടോ. അപ്പോൾ പറഞ്ഞേ, എനിക്ക് ആ റോഡിനെ ഒരു സെല്ലായിട്ട് വരയ്ക്കാം അല്ലേ? ഇങ്ങനെ വരയ്ക്കാമെന്ന്. അപ്പോൾ ഇവിടെ റെസിസ്റ്റർ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ കറണ്ട് എങ്ങനെ പോവുക? ഇതിങ്ങനെ കണ്ടോ? ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ടാണ് കറണ്ട് പോവുക. അപ്പോൾ ഈ ഇ എം എഫിൻ്റെ വാല്യൂ എന്തായിരിക്കും? ബി എൽ വി. അങ്ങനെ ഒരു കോൺസെപ്റ്റ് ഉണ്ട് കേട്ടോ, മനസ്സിലാക്കുക. ഇനി കഴിഞ്ഞിട്ടില്ല. അതേ റോഡ് ഞാൻ വയ്ക്കുകയാണേ. ഈ റോഡ് വെലോസിറ്റി വീല്. അപ്പോൾ ഇവിടെ ഹയർ പൊട്ടൻഷ്യൽ, ഇവിടെ ലോവർ പൊട്ടൻഷ്യൽ. കിട്ടിയോ? അപ്പോൾ ഇവിടെ എന്ത് ഫീൽഡ് ഉണ്ടായിരുന്നു? ബി എന്ന് പറഞ്ഞ ഫീൽഡ് ഉണ്ടല്ലേ. ഇനി ഈ റോഡിൽ എന്തുണ്ടായിന്ന? ഇൻഡ്യൂസ്ഡ് കറണ്ട് ഉണ്ടായി. കറണ്ടിൻ്റെ ഡയറക്ഷൻ ഐ അല്ലേ? ഇത്രയും ക്ലിയർ ആയല്ലോ. സോറി തെറ്റിപ്പോയില്ലേ? നോക്കർമിറ്റ് ശരിയാണല്ലോ. കറണ്ട് തെറ്റിയെന്ന് വിചാരിച്ചു ഞാൻ. സോറി കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ വച്ചെങ്ങനെ തെറ്റിയെന്ന് നോക്കിയതാണ്. അപ്പോൾ ഹൈ പൊട്ടൻഷ്യലിൽ നിന്ന് കറണ്ട് ഇങ്ങനെ പോയി അല്ലേ? അങ്ങനെയാണല്ലോ സെല്ലിലേക്ക് പോകേണ്ടത്. അപ്പോൾ തെറ്റൊന്നുമില്ല. ഇനി എൻ്റെ മക്കൾ എല്ലിൽ നിങ്ങളോട് ഇതിൻ്റെ തന്നെ ചോദിക്കുക. ഈ ഒരു വെലോസിറ്റിയിൽ ഇതൊരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നു, നിങ്ങൾക്കറിയാമല്ലോ. ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുക റോഡ്. ഈ റോഡിൻ്റെ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ ചോദിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? അപ്പോൾ നമുക്ക് എഫ് ഇസ് ഈക്വൽ ടു എന്താണ്? ബി ഐ എൽ അല്ലേ? സൈൻ 90 ആണ്, അത് പോകേണ്ട കാര്യമില്ല. അപ്പോൾ നോക്കിയേ, അതായത് ഇത് ഞാൻ ശരിക്കും ഇങ്ങനെ പറയുന്നത് ഐ ഇൻറ്റു എൽ ക്രോസ് ബി ആണ്. അപ്പോൾ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ എന്തിൻ്റെ ഡയറക്ഷൻ തുല്യമായിരിക്കും? എൽ ക്രോസ് ബി ഡയറക്ഷനിലായിരിക്കും. അപ്പോൾ എല്ലിൽ ബീൻ്റെ ഡയറക്ഷൻ മനസ്സിലായി ഉള്ളിലോട്ട്, പക്ഷേ എല്ലിൻ്റെ ഡയറക്ഷൻ അറിയില്ല അല്ലേ? അപ്പോൾ നോക്കിയേ, അപ്പോൾ എഗെയിൻ വെക്ടർ പ്രൊഡക്റ്റിൻ്റെ ചെയ്യേണ്ടി വരും. റൈറ്റ്. അപ്പോൾ നോക്കിയേ, എല്ലിൻ്റെ ഡയറക്ഷനിൽ വേണം എന്ത് ചെയ്യാൻ? ഫിംഗേഴ്സ് വെക്കാൻ. അപ്പം നമുക്ക് ഇത് ശ്രദ്ധിച്ച് വയ്ക്കുക. വെക്ടറിൻ്റെ ഡയറക്ഷൻ ഈസ് ഓൾവേസ് ഫ്രം ലോവർ പൊട്ടൻഷ്യൽ ടു ഹയർ പൊട്ടൻഷ്യലാണ് എപ്പോഴും എൽ വെക്ടർ. അപ്പോൾ എൽ വെക്ടറിൻ്റെ ഡയറക്ഷൻ കാണിച്ച് നോക്കിയേ, ഇതാണ് കേട്ടോ എൽ വെക്ടറിൻ്റെ ഡയറക്ഷൻ, ലോവർ പൊട്ടൻഷ്യൽ ടു ഹയർ പൊട്ടൻഷ്യൽ. അപ്പോൾ എല്ലാ ഫിംഗേഴ്സും ഇങ്ങനെ വെച്ചാൽ എന്നിട്ട് എങ്ങോട്ട് ചെയ്യണം? ബീൻ്റെ ഡയറക്ഷനിലേക്ക് കർവ് ചെയ്യണം. അപ്പോൾ തമ്പ് എങ്ങോട്ടാ? ഈ ഡയറക്ഷനിൽ. അപ്പോൾ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ എങ്ങനെയാണ്? എഫ് എം. മാഗ്നറ്റിക് ഫോഴ്സിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെ. കിട്ടിയല്ലോ? ഇതൊക്കെ മനസ്സിൽ വെച്ചിട്ട് വേണം നമുക്ക് അടുത്ത പ്രോബ്ലം ചെയ്യാൻ. നമ്മളെങ്ങനെയാണ് 68 എന്നല്ലേ എടുക്കണേ? ഇതേതാ നമ്പർ? 68 അല്ലേ? സോറി, 68th ക്വസ്റ്റ്യൻ ചെയ്തല്ലേ? കണ്ടോ? അതേമാതിരത്തല്ലേ? അതേ എക്സാമ്പിളാണ് കേട്ടോ. ഇപ്പോൾ റോഡുണ്ട്, ഇതാണ് മാഗ്നറ്റിക് ഫീൽഡ് അല്ലേ? അപ്പോൾ കറണ്ടിൻ്റെ ഡയറക്ഷൻ എങ്ങനെയായിരുന്നു? ആൻറ്റി ക്ലോക്ക് വൈസ് അല്ലേ? ഈ റെസിസ്റ്റൻസിൽ കൂടെ അല്ലേ? അപ്പോൾ കുഴപ്പമില്ലല്ലോ. അങ്ങനെ ഫോഴ്സ് ചെയ്ത ഡയറക്ഷനിലായിരിക്കും ഈ ഡയറക്ഷനിൽ. ഇത്ര അറിയാമല്ലോ. അപ്പോൾ നമ്മളെങ്ങനെ ചെയ്യേണ്ടത്? ആ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് എന്താ? ബി എൽ വി അല്ലേ? അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ബി തന്നിട്ടുണ്ട്, ലെങ്ത് ഓഫ് ദ കണ്ടക്ടർ 0.5 തന്നിട്ടുണ്ട്, 2 m/s എല്ലാമാണ് നീക്കണേ. അപ്പോൾ നിങ്ങൾക്ക് 0.15 ടെസ്ലാന്ന് ഇ എം വോൾട്ടിൽ കിട്ടും. അപ്പോൾ ഇൻഡ്യൂസ്ഡ് കറണ്ട് എന്താ? ഇ എം എഫ് ബൈ റെസിസ്റ്റൻസ് 3 ohm. ഇ എം എഫ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. സോ യു വിൽ ഗെറ്റ് 0.05 ആംബിയർ അല്ലേ? ഇനി എഫ് എന്താ കിട്ടേണ്ടത്? ബി ഐ എൽ. കറണ്ട് കണ്ടുപിടിച്ച്, ബി തന്നിട്ടുണ്ട്, ലെങ്ത് തന്നിട്ടുണ്ട്. യു വിൽ ഗെറ്റ് എ പ്രോപ്പർ ആൻസർ ആസ് അറൗണ്ട് 3.75 × 10⁻³ ന്യൂട്ടൺ എന്ന ആൻസർ കിട്ടും കേട്ടോ. തിയറി നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നത് വെച്ചോ.
ഇനി നമുക്ക് 62 ചെയ്യാം. 62 ശരിക്കും പറഞ്ഞാൽ സിമ്പിളാണെന്നാലും. അയ്യോ ഇത് ഇതിൻ്റെ മുകളിൽ കയറി വന്നാൽ അതെങ്ങനെ വന്ന് പോട്ടെ. 62ാമത്തെ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യാം? ഒരു മിനിറ്റ് ഞാൻ ഈ സാധനം കളയട്ടെ. ഇതെന്താ പോവാത്തത്? വെച്ചോടാ. പോയി. ഓക്കെ, സോറി കേട്ടോ സമയം കളഞ്ഞാൽ. ഓക്കെ, നമുക്ക് വേറെ ടോപ്പിക്കിൽ പോയി ഇൻഡക്റ്റൻസിലേക്ക് പോകാം. ഇതൊക്കെ അറിയേണ്ടതാണോ? 22 കുഴപ്പമില്ല. 62 ഇത്തിരി വെറൈറ്റി ഉണ്ട് കേട്ടോ. 62ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. എന്താ പറഞ്ഞിട്ടുള്ളത്? ഒരു 0.1 meter long conductor carrying current of 50 ampere is held perpendicular to the magnetic field. അപ്പോൾ നമ്മൾ തന്നെ സ്റ്റീറ്റ് എത്ര 90 degree ആയി. അപ്പോൾ പോകണ്ട. എനിവേസ് the mechanical power required to move the conductor with the speed velocity തന്നിട്ടുണ്ട് അല്ലേ? സോൾവ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? ലെങ്ത് തന്നിട്ടുണ്ട് 0.1 meter തന്നിട്ടുണ്ട്. വെലോസിറ്റി നിങ്ങൾക്ക് തന്നിട്ടുണ്ട് 1 meter per second തന്നിട്ടുണ്ട്. കറണ്ട് 50 ampere ആണെന്ന് തന്നിട്ടുണ്ട്. ബി നിങ്ങൾക്ക് എത്ര തന്നിട്ടുണ്ട്? 1.25 മില്ലി ടെസ്ല തന്നിട്ടുണ്ട്. മില്ലി ടെസ്ല എന്ന് പറഞ്ഞാൽ 1.25 × 10⁻³ ടെസ്ല എന്നാണ് കേട്ടോ, അല്ലേ? ഇനി ഇൻഡ്യൂസ്ഡ് EMF എന്താ? BLV അല്ലേ? അപ്പോൾ നോക്കിയേ, പവറാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ നിങ്ങൾക്ക്, അല്ലേ? മെക്കാനിക്കൽ പവർ, അത് എളുപ്പമാണ്. പവർ എന്ന് പറഞ്ഞാൽ എന്താ? വോൾട്ടേജ് ഇൻറ്റു കറണ്ട് അല്ലേ? അപ്പോൾ ഇവിടെ വോൾട്ടേജിന് പകരം എന്ത് എഴുതേണ്ടി? EMF ഇൻറ്റു കറണ്ട് എന്ന് എഴുതേണ്ടി വരും അല്ലേ? EMFൻ്റെ സ്ഥലത്ത് BLV എന്ന് എഴുതുക. BLV × I. പാരാമീറ്റേഴ്സ് തന്നിട്ടില്ലേ? B കണ്ടിട്ടുണ്ട് അല്ലേ? ലെങ്ത് തന്നിട്ടുണ്ട്, V തന്നിട്ടുണ്ട്, കറണ്ട് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാൽക്കുലേഷൻ ചെയ്താൽ യു വിൽ ഗെറ്റ് ആൻസർ ആസ് അറൗണ്ട് 6.25 milliwatt. ക്ലിയർ? റൈറ്റ്. ഇനി നമുക്ക് കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഇച്ചിരി EMFൻ്റെ സെക്ഷൻ വേറെ മാറ്റി പഠിക്കാം. ഇൻഡക്ഷനിലേക്ക് പോവാം, ഇൻഡക്റ്റൻസിലേക്ക് പോവാം. അപ്പോൾ 66ാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യാം. ഓക്കെ, എന്താ ക്വസ്റ്റ്യൻ പറയണേ? 2 coils ഉണ്ട്, P and Q are kept near to each other. When no current flows through P, a current increases in the coil Q at a rate of 10 meter per second. അവ di/dt എന്നുണ്ട്. EMF in the coil P. അപ്പോൾ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ആണ് കിട്ടിയിട്ടുള്ള 15 millivolt അല്ലേ? When coil Q carries no current, a current of 1.8 ampere flows through coil P. Right, magnetic flux linked with the coil Q. അപ്പോൾ നമുക്ക് 2 കോയിലുണ്ട്. ഇതിനെ P എന്നും ഇതിനെ Q എന്ന് എഴുതാം. കറണ്ട് പിയിലില്ലാത്ത സമയത്ത് ക്യൂവിൽ കറണ്ട് ഇൻക്രീസ് ചെയ്യാം. അപ്പോൾ എന്തായി? പിയിൽ EMF ഇൻഡ്യൂസ് ചെയ്തു. അതാണ് ഈ മ്യൂച്വൽ ഇൻഡക്ഷൻ വഴി പിയിലേക്ക് വന്നു 15 millivolt. ഇനി ക്യൂവിൽ കറണ്ട് ഓഫ് ചെയ്തു. അപ്പോൾ എന്തായി? പിയിൽ കറണ്ട് ഒഴുകി. അപ്പോൾ എന്തായി? അങ്ങനെയാണെങ്കിൽ ക്യൂവിൽ വരാൻ പോണ മാഗ്നറ്റിക് ഫ്ലക്സ് ആണ് ചോദിച്ചിട്ടുള്ളത്. സിമ്പിളല്ലേ? അപ്പോൾ താഴേക്ക് പോകാം. അപ്പോൾ EMFൻ്റെ മ്യൂച്വൽ ഇൻഡക്ഷൻ അല്ല. അപ്പോൾ EMFൻ്റെ ഇക്വേഷൻ എങ്ങനെയാണ്? EMF is equal to mdi/dt ആണല്ലോ. ഇനി EMF നമുക്ക് എത്ര തന്നിട്ടുള്ളത്? 15 millivolt അല്ലേ? അപ്പോൾ അതേമാതിരി di/dt എത്ര തന്നിട്ടുള്ളത്? 10 ampere per second. റൈറ്റ്. അതേമാതിരി എന്തോ മെസ്സേജ് വന്നു, ഓട്ടെ. കറണ്ട് എത്ര തന്നിട്ടുള്ളത്? 1.8 ampere തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് EMF ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 15 റൈറ്റ് ഇൻറ്റു 10⁻³ മില്ലി അല്ലേ? ചോദ്യം എന്തൊക്കെ കയറി വരണേ. -3 is equal to m ഇൻറ്റു di/dt 10 ആണെന്നുണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് മ്യൂച്വൽ ഇൻഡക്റ്റൻസിൻ്റെ വാല്യൂ കിട്ടും 15 × 10⁻⁻4 ഹെൻറി എന്ന് കിട്ടും അല്ലേ? അപ്പോൾ നമുക്ക് മാഗ്നറ്റിക് ഫ്ലക്സിൻ്റെ അല്ലേ L is equal to phi is equal to Li ആണ് സെൽഫ് ഇൻഡക്റ്റൻസ്. അതേമാതിരി phi is equal to mi എന്നുണ്ട് മ്യൂച്വൽ ഇൻഡക്റ്റൻസിൻ്റെ കേസിൽ അല്ലേ? അപ്പോൾ ഫ്ലക്സിൽ ചോദിച്ചിട്ടുള്ള മ്യൂച്വൽ ഇൻഡക്റ്റൻസ് കിട്ടി എത്രയാണ്? 15 × 10⁻⁻4 അല്ലേ? കറണ്ട് എത്രയാണ് പറഞ്ഞിട്ടുള്ളത്? 1.8. അപ്പോൾ ഫ്ലക്സ് എത്ര കിട്ടും? 2.7 × മില്ലി അല്ലേ? മില്ലി വെബറിന് നിങ്ങൾക്ക് ഫ്ലക്സ് കിട്ടും. ക്ലിയർ ആയാ?
സിമ്പിൾ അല്ലേ? ഇനി നെക്സ്റ്റ് സോയോ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മുകളിലേക്ക് തന്നെ പോവാം. ചിക്ക് 68ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. കാണണ്ട. If current through a coil changes from 1 ampere to 3 ampere in seconds point, അപ്പോൾ di by dt എന്നുണ്ട്, to produce an EMF 6 volt, then self inductance. സിമ്പിളാടോ. എപ്പോഴും ഞാൻ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്തത് പോസ് ചെയ്തിട്ട് രണ്ടാമത്തെ അവനാണ് ചെയ്യാൻ പറ്റുണ്ടോ എന്ന് നോക്കണം. ഓക്കെ, അപ്പോൾ നമ്മുടെ പ്രോബ്ലംസ് ചെയ്ത് നോക്കാം. അപ്പോൾ EMFൻ്റെ ഇപ്പോൾ തന്നെ ഞാൻ എഴുതി. സെൽഫ് ഇൻഡക്റ്റൻസ് അല്ലേ, അപ്പോൾ എന്താടോ EMF എന്താ? LDI by dt എന്ന് എഴുതണം. അപ്പോൾ സെൽഫ് ഇൻഡക്റ്റൻസ് DI/dt റേറ്റ് ഓഫ് ചേഞ്ച്. അപ്പോൾ L is equal to എന്താ? EMF DI by dt എന്ന് എഴുതാം. എഴുതി കൂടെ. അപ്പോൾ EMF നമുക്ക് എത്ര തന്നുണ്ട്? 6 വോൾട്ട് തന്നുണ്ട്. അതേമാതിരി DI by dt എത്ര തന്നുണ്ട്? 3 അല്ലേ? 1 ആണല്ലേ, ആദ്യം 1 ആയിരുന്നു, പിന്നെ 3 ആയിരുന്നല്ലേ. എത്ര ടൈമിലാണ്? 0.02 സെക്കൻഡ്സിൽ അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് എത്ര കിട്ടും ആൻസർ? 100 ആംപിയർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. L അല്ല, സോറി, ഡിനോമിനേറ്റർ 6/100 വരുമ്പോൾ 0.06 ഹെൻറി എന്ന് വരും നിങ്ങൾക്ക്. മുകളിൽ 2.02 അല്ല, മനക്കടക്ക് ചെയ്യാവുന്നുള്ളൂ കേട്ടോ. സോ യു വിൽ ഗെറ്റ് 0.06 ഹെൻറി ആസ് വാട്ട്? സെൽഫ് ഇൻഡക്റ്റൻസ്. ക്ലിയർ? അത് ക്വസ്റ്റ്യൻ നോക്കാം കേട്ടോ. ഒരു ലോങ് സോളിനോയിഡ് 400 ടേൺസ് പെർ സെൻറ്റിമീറ്റർ. അപ്പം സ്മോൾ n ആണ് തന്നിട്ടുള്ളത് അല്ലേ. പിന്നെ എന്ത് തന്നിട്ടുള്ളത്? കറണ്ട് 1 ആംപിയർ, മാഗ്നറ്റിക് എനർജി സ്റ്റോർഡ് പെർ യൂണിറ്റ് വോളിയം. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ആ ഇക്വേഷൻ കിട്ടാൻ വേണ്ടി മാത്രം നിങ്ങൾക്ക് എടുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ മാഗ്നറ്റിക് എനർജി പെർ യൂണിറ്റ് വോളിയം എന്ന് പറഞ്ഞാൽ എന്താ? UB is equal to half B² by mu0. ഇക്വേഷൻ അറിഞ്ഞിരിക്കണം കേട്ടോ. അതായത് ഹാഫ്. അപ്പോൾ സോളിനോയിഡിൻ്റെ കേസല്ലേ, അപ്പോൾ അല്ലേ, അപ്പോൾ സോളിനോയിഡ് സെൻറ്ററിൽ എത്രയാണ്? mu0 Ni സ്ക്വയർഡ് ഡിവൈഡഡ് ബൈ mu0, റൈറ്റ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ്. ഒരു mu0 പോയി കഴിഞ്ഞാൽ പിന്നെ n² I² ഇത്രയല്ലേ ഉള്ളൂ. ദാറ്റ് ഈസ് ഈക്വൽ ടു, റൈറ്റ്. അപ്പോൾ mu0 Ni സെക്ഷനിൽ നമുക്കിനി വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ. അപ്പോൾ mu0, അപ്പോൾ 1/2 × 4π × 10⁻⁷ അല്ലേ വരിക. അപ്പോൾ എനിക്ക് അപ്പോൾ തന്നെ കട്ട് ചെയ്യാൻ പോകാം കേട്ടോ. അപ്പോൾ 2നും 4നും കൂടെ 2 അല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ ഇനി എഴുതാൻ പോണത് ശ്രദ്ധിച്ചാൽ സ്ട്രേറ്റ് അവേ എഴുതാൻ പോണത് 2π × 10⁻⁷, റൈറ്റ്, ഇൻറ്റു, റൈറ്റ്, n² 4 × 10⁻³ അല്ലേ, സ്ക്വയർഡ് ഇൻറ്റു L² 1², റൈറ്റ്. ഇനി കാൽക്കുലേഷനാണ്. ഇനി കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് ദ വാല്യൂ ആസ് ഹൗ മച്ച്? 3.25 J m⁻⁻3, റൈറ്റ്. ക്ലിയർ ആവുന്നുണ്ട് വിചാരിക്കുന്നത്? ദാറ്റ് ഈസ് യുവർ മാഗ്നറ്റിക് എനർജി പെർ യൂണിറ്റ് വോള്യൂം. ക്ലിയർ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് അടുത്താണ് 70th ക്വസ്റ്റ്യൻ ചെയ്താൽ വേണ്ട. 70th ക്വസ്റ്റ്യൻ ചെയ്യാം കേട്ടോ. അത് നിങ്ങൾക്ക് ചിലപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ പഠിപ്പിച്ചിട്ടുണ്ടാവില്ല. Coils of semiconductors 6 millihenry and 8 millihenry are connected in series and are adjusted for highest coefficient of coupling, equivalent self-inductance. അപ്പോൾ 2 ഇൻഡക്റ്റൻസ് തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിട്ടുള്ളത്? L1ഉം L2ഉം തന്നിട്ടുണ്ട്, 6ഉം 8 millihenryയിൽ. അത് സീരീസിലാണ് കണക്ട് ചെയ്തിരിക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. L= നോക്കുമ്പോൾ ഇവിടെ നമ്മൾ L1 + L2 പിന്നെ 2√L1 L2 എന്ന് എഴുതും. എന്തുകൊണ്ടാണ്? മാക്സിമം കപ്ലിംഗ് പറഞ്ഞിട്ടുള്ള കാരണം കേട്ടോ, റൈറ്റ്. സാധാരണ L= സീരീസ് ആകുമ്പോൾ എന്താ? L1 + L2 എന്ന് മാത്രം എടുത്താൽ മതി. പക്ഷേ മാക്സിമം കപ്ലിംഗ് ആകുമ്പോൾ ഈ ഇക്വേഷൻ വേറെ ഏറ്റെടുക്കണം കേട്ടോ. ദിസ് ഇസ് നോട്ട് സംതിങ് വിച്ച് ഹാസ് ബീൻ ടോട്ട് ടു യു ഗൈസ്, ഐ തിങ്ക്, റൈറ്റ്. അപ്പോൾ ഇത് എൻട്രൻസ് പോയിൻ്റ് ഓഫ് വ്യൂ തന്നെ എടുക്കാം. അപ്പോൾ L= എന്താ? 6 + 8 + 2 × 6 × 8. അപ്പോൾ ഏതാണ്ട് നിങ്ങൾക്ക് 28 millihenry എന്ന് കിട്ടും. ഈ ഇക്വേഷന് ബൈ ഹാർട്ട് ചെയ്ത് വയ്ക്കുക കേട്ടോ. മാക്സിമം കപ്ലിംഗ് സീരീസ് സെക്ഷനിൽ.